ഇപ്പോൾ വരുന്നൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ എളവള്ളിയിൽ ടി.എൻ. പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുത്ത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങൽ ചുവരെഴുതി, അത് പിന്നീട് പ്രതാപൻ ഇടപെട്ട് അത് മായ്പിച്ചു. ഇപ്പോൾ വീണ്ടും എളവള്ളിയിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നേതൃത്വത്തിന്റെ വാക്കുകളൊന്നും പ്രവർത്തകർ വില കൽപ്പിക്കാത്തൊരു സാഹചര്യമാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലിബിഷ, കഴിഞ്ഞ തവണ വെങ്കിടങ്ങ് സെന്ററിലാണെങ്കിൽ ഇത്തവണ എളവള്ളിയിലെ ഒരു മതിലിലാണ് ഇത്തരത്തിലൊരു ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ, നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിലെല്ലാം എഴുതിയിട്ടുള്ള ഒരു ചുമരെഴുത്താണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ കൈപ്പത്തി ചിഹ്നവും വരച്ച് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് വെങ്കിടങ്ങ് സെന്ററിലായിരുന്നു ഇത്തരത്തിലൊരു സമാന രീതിയിലുള്ള ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് ടി.എൻ. പ്രതാപൻ MP ഉൾപ്പെടെ ഇടപെട്ട് ഇത്തരത്തിൽ ചുവരെഴുത്ത് ഇലക്ഷൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഇത്തരത്തിൽ ചുവരെഴുത്ത് പാടില്ല, AICC പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ താനൊരു സ്ഥാനാർത്ഥിയാവൂ, അന്നേരം മാത്രം ഇത്തരത്തിൽ ചുവരെഴുത്ത് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കർശന നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിരുന്നു. മാത്രമല്ല VD സതീശൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൊച്ചിയിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ പ്രതാപന്റെ അറിവോടെയല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് ഉൾപ്പെടെ. എന്തായാലും ഈ നിർദ്ദേശം, അതായത് ടി.എൻ. പ്രതാപന്റെയും അതുപോലെ VD സതീശനെയും എല്ലാം നിർദ്ദേശം അവഗണിച്ചാണ് ഇപ്പോൾ വീണ്ടും തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ചില കോണുകളിൽ നിന്ന് പറയുന്നത് ടി.എൻ. പ്രതാപന്റെ അറിവോടെ തന്നെയായിരിക്കണം ഇത്തരത്തിൽ ചുമരെഴുത്ത് ചെയ്യുന്നത് എന്നുള്ള ഒരു വിമർശനവും മറ്റ് ചില പാർട്ടികളിൽ നിന്നും വരുന്നുണ്ട്, പാർട്ടി ആളുകളിൽ നിന്നും വരുന്നത്. എന്തായാലും നിർദ്ദേശം ലിബീഷ് നേരത്തെ പറഞ്ഞതുപോലെ ടി.എൻ. പ്രതാപന്റെ നിർദ്ദേശത്തെ അവഗണിച്ച് ആണ് ഇപ്പോൾ പ്രവർത്തകർ ഇത്തരത്തിൽ ചുമരെഴുത്ത് വീണ്ടും വീണ്ടും തൃശ്ശൂരിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ എളവള്ളി സെന്ററിലാണ് ഇത്തരത്തിൽ ചുമരെഴുത്ത് വന്നത്, മായ്ച്ചിട്ടില്ല. ഇനി നേതൃത്വം ഇടപെട്ടത് മാറ്റുമോ എന്നുള്ളതെല്ലാം കണ്ടറിയണം ലിബീഷ്. അങ്ങനെ വലിയൊരു ആയുസ് ആ ചുവരെഴുത്തിന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അനീഷ്, പ്രത്യേകിച്ചും നേതൃത്വം ഒരു കർശന നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ. വ്യക്തമായില്ല ലിബീഷ്, എന്താ? ഈ ചുവരെഴുത്തിനെ വലിയൊരു ആയുസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ, പ്രത്യേകിച്ച് ഈ നേതൃത്വം വളരെ കർശനമായ നിലപാടിൽ ഈ സ്ഥാനാർത്ഥിയെ AICC പ്രഖ്യാപിച്ച ശേഷം മാത്രം മതി ചുവരെഴുതുന്നത്, ചിഹ്നം വേണമെങ്കിൽ വരച്ച് എല്ലാ മതിലുകളും ബുക്ക് ചെയ്തോളൂ എന്നുള്ളൊരു നിർദ്ദേശമല്ല നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഉടൻ ഇത് മായ്ക്കുമെന്നുള്ളൊരു കണക്കൂട്ടലാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും ടി.എൻ. പ്രതാപൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിനകം തന്നെ ഒരു ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. എന്തായാലും ഫോൺ മുഖേന അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പ്രാദേശിക നേതാക്കളെ വിളിച്ച് ഇത് മായ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ ചിലർ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ടി.എൻ. പ്രതാപന്റെ അറിവോടെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചുവരെഴുത്ത് നടത്തുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഒരു വശത്തുണ്ടെങ്കിൽ കൂടി പ്രതാപൻ കഴിഞ്ഞ തവണ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ ഇത്തരത്തിലൊരു ചുമരെഴുത്ത് തെറ്റാണ്, അത് പാടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം KM മുരളീധരനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചുവരെഴുതുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും മായ്ക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ ചുവരെഴുത്ത് വരുമോ എന്നുള്ള കാര്യവും ഒരു സംശയദൃഷ്ടിയോടെയാണ് ആളുകൾ കാണുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് മാറ്റുമോ എന്നുള്ള കാര്യങ്ങളും, അതുപോലെ ടി.എൻ. പ്രതാപൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ലിബീഷ്. ശരി അനീഷ്, തൃശ്ശൂരിൽ നേതൃത്വത്തെ വെട്ടിലാക്കി പ്രവർത്തകർ ചുവരെഴുത്തുമായി മുന്നോട്ട് പോവുകയാണ്. വാർത്തയുടെ വിവരങ്ങളാണ് അനീഷ് ആന്റണി പങ്കുവച്ചത്.